ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ വിശുദ്ധ ഖുർആൻ വളരെ സൂക്ഷ്മമായി നമ്മൾ വായിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ആ മഹത്തായ സൗന്ദര്യം, അതിൻ്റെ മഹാസിനുകൾ നമുക്ക് ചില ഇടങ്ങളിൽ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു വചനമാണ് സൂറത്തു അൻ-നിസായിലെ 8-ാമത്തെ വചനം എന്നുള്ളത്. അതായത് സൂറത്ത് നിസായിലാണ് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിലുണ്ട്, അവസാനത്തിലുണ്ട്. ആ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇദാ ഹലറൽ ഖിസ്മത്ത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ ഫർസുഖൂഹും മിൻഹു വഖൂലു ലഹും ഖൗലൻ മഅറൂഫ. ഈ ഓഹരി വെക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കുടുംബങ്ങൾ, അനന്തരാവകാശികൾ സ്വത്തുക്കൾ വിഹിതം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ അടുത്ത ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ ഒക്കെ ആ വിഭജിക്കുന്ന സമയത്ത് അവിടെ വരികയാണെങ്കിൽ ഫർസുഖൂഹും മിൻഹു, അതിന് അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുക. വഖൂലു ലഹും ഖൗലൻ മഅറൂഫാണ്, അവിടെ നല്ല വാക്ക് പറയുകയും വേണം എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം മഹത്തായ ഒരു ആശയമാണിത്. അതായത് സ്വത്തുക്കൾ സ്വന്തമായി അനന്തരാവകാശികൾക്ക് കിട്ടുന്ന ആ സന്ദർഭത്തിൽ അവരൊക്കെ അതിൻ്റെ ഉടമസ്ഥരാകുമ്പോൾ ആ ഒരു അവർക്ക് സ്വത്ത് കിട്ടുന്ന ആ കാഴ്ച കണ്ടു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ സ്വാഭാവികമായി മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും എന്തെങ്കിലും കിട്ടിയെങ്കിൽ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണമായിട്ടോ ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അവരോട് ഒരു നല്ല വാക്കായിട്ടെങ്കിലും എന്തെങ്കിലും പറയണം എന്നാണ് ഈ ആയത്തിൽ നിർദ്ദേശിക്കുന്നത്. വളരെ വലിയൊരു തത്വം ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിൽ നിന്ന് പറയുന്നത്, നമ്മുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ട്, അത് മറ്റൊരാൾക്ക് അതിനോട് ആഗ്രഹം തോന്നുകയാണെങ്കിൽ അയാളെ നമ്മൾ പരിഗണിക്കണം എന്നാണ്. ആ മനസ്സിനെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. അതിന് ധാരാളം തെളിവുകൾ പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഇദാ ജാ അഹദുക്കും ഖാദിമുഹു ബിത്ആമിഹി, നിങ്ങളുടെ ഒരു ഭൃത്യൻ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് വരികയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുന്ന് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ പറ്റുമെങ്കിൽ അവനെയും കൂടെ ഇരുത്തുക. കാരണം ആ ഭക്ഷണം അവൻ കണ്ടതാണ്, അവനാണത് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിരുന്നാലും അതിനോടൊരാഗ്രഹം അവനുണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവനെ കൂടെ ഇരുത്തണം എന്നാണ്. ഇനി നമുക്കത് കൂടെ ഇരുത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1-2 കഷ്ണം ഉരുള അവനെ നിങ്ങൾ എടുത്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ആശയമാണത്. അയാൾക്കതിനൊരു ആഗ്രഹം തോന്നിയ സ്ഥിതിക്ക് എന്തായിരുന്നാലും നമ്മൾ ആ ഒരു മാനുഷികമായ അവസ്ഥയെ, ആ മനസ്സിനെ നമ്മൾ പരിഗണിക്കണം എന്നാണ്. മറ്റൊരു സംഭവം നമുക്ക് തഫ്സീറിൽ കാണാൻ പറ്റും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബത്ത് വരും. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഫലവൃക്ഷങ്ങൾ, വല്ല ഈത്തപ്പനമരോ ഏതെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കായ്ക്കുകയാണെങ്കിൽ ആ ആദ്യത്തെ കായ പറിച്ചിട്ട് അവരെന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. എന്നിട്ട് നബിക്കത് കൊടുക്കും. അപ്പോൾ നബി അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിനെ വിളിച്ചിട്ട് ഈ കൊണ്ടുവന്നിട്ടുള്ള വസ്തു എന്തു ചെയ്യും, ആ ഈത്തപ്പഴം അല്ലെങ്കിൽ ആ പഴം എന്താണോ അത് ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. കാരണം അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആഗ്രഹം ആ ഭക്ഷണത്തോട് ആർക്കാണ് ഉണ്ടാവുക, ആ കുട്ടിക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും അധികം ആഗ്രഹമുള്ള ആ കുട്ടിയെയാണ് എന്ത് ചെയ്യണത്, അവിടെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, നമ്മൾ മാംസം വാങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് അയൽവക്കത്തേക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അവിടുത്തെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മുടെ പ്ലേറ്റിൽ കുറച്ച് നമ്മൾ അവർക്ക് കൊടുത്താൽ നമുക്കതുകൊണ്ടൊരു നഷ്ടമില്ല. എത്ര കുറച്ചാണെങ്കിലും അവരത് ഷെയർ ചെയ്ത് കഴിക്കും. എത്ര കുറച്ചാണെങ്കിലും അവരത് ഭാഗിച്ച് കഴിക്കാൻ അവർക്ക് കഴിയും. അതേപോലെ നമ്മൾ എന്തെങ്കിലും പാർസലുകൾ വാങ്ങിക്കൊണ്ട് വരും, നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇത് വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്ക് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു വിഹിതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ടിപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് മറ്റേ നമ്മളെന്ത് ചെയ്യുന്നു, ആർഭാടമായി കഴിക്കുന്നു, മറ്റുള്ളവരെ നമ്മളെന്ത് ചെയ്യുന്ന പരിഗണിക്കുന്നില്ല എന്നതാണ്. ഇതിൽ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, നല്ല ഉന്നതമായ സൗകര്യങ്ങളുള്ളൊരു സ്കൂളിൽ പഠിച്ചിരുന്നൊരു കുട്ടി അവൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ സ്കൂളിൽ നിന്ന് മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിതാവ് ആവശ്യപ്രകാരം എന്ത് ചെയ്തു, ഒരു പബ്ലിക് സ്കൂളിലേക്ക് അവനെ മാറ്റി. ആ സ്കൂളിൽ അവൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ
അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് അവൻ്റെ വാപ്പ കൂടെ വന്നു. അപ്പോൾ പറഞ്ഞു ഈ ഗ്രൗണ്ടിലേക്ക് വണ്ടി കയറ്റണ്ട എന്നവൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഇത് പാർക്കിങ്ങിന് അങ്ങനെ വണ്ടി സ്കൂളിലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി പൊതുവേ ഗ്രൗണ്ടിലേക്ക് അനുവദിക്കില്ലെന്നാണ് വിചാരിച്ചത്. അങ്ങനെ തിരിച്ചു പോന്നു അയാൾ. പിന്നെ ഒരു PTA ചെന്ന് നോക്കുമ്പോൾ മുറ്റത്ത് നിറച്ച് വാഹനങ്ങളാണ്. അപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ പറഞ്ഞു ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികൾ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളിലുണ്ട്. അപ്പം ഞാൻ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ അവർക്കുണ്ട് അവരൊരു ആഗ്രഹം. ഒരു സൈക്കിളിൽ പോലും ഒരിക്കൽ കയറാത്ത കുട്ടികൾക്കിടയിലേക്കാണ് നമ്മൾ കാറിൽ വരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്ത് എന്നത് തീർച്ചയായും നമ്മൾ പരിഗണിക്കണം. അത് അവർക്ക് ആഗ്രഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളില്ലാതിരിക്കാം. അതേപോലെ തന്നെ അഥവാ ആഗ്രഹം തോന്നിയാൽ അവരെ നമ്മൾ പരിഗണിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമുക്ക് നിങ്ങൾ അനന്തരാവകാശ നിയമങ്ങൾ പറയുമ്പോൾ അവിടെ സന്നിഗ്ധരായി നിൽക്കുന്നവർക്ക് ഒരു ഫുഡ് അറേഞ്ച് ചെയ്യുക, നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഒന്നും കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും അവിടെ പറയണം എന്ന് പറയുന്നത് എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. ഇത്തരം മൂല്യങ്ങളെ, ഇത്തരം നിലപാടുകളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്വീകരിക്കാനും പ്രയോഗവൽക്കരിക്കാനും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.